ഹായ്, എല്ലാവർക്കും മിസ്റ്റർ ഷൈനിലേക്ക് സ്വാഗതം. ഷീല മലയാള സിനിമയിലെ ഒരു കാലഘട്ടത്തിലെ റാണിയായിരുന്നു. ഒരുപാട് സിനിമകളിൽ അവർ വേഷമിട്ടിട്ടുണ്ട്. അവർ അഭിനയിച്ച സിനിമകളിലെ ഭൂരിഭാഗവും വലിയ വിജയങ്ങളായിരുന്നു. അങ്ങനെ ഒരുപാട് ആരാധക വൃന്ദത്തെ സൃഷ്ടിച്ചെടുത്ത ഒരു ആക്ട്രസ് ആണ് ഷീല. 45-ലാണ് ഷീലയുടെ ജനനം. 62-ൽ ഷീല സിനിമയിലേക്ക് പ്രവേശിച്ചു. പിന്നീട് ഒരു 19 വർഷക്കാലം ഷീലയുടെ ഒരു തേരോട്ടായിരുന്നു. അവർ മലയാള സിനിമയെ അടക്കി വാണിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഒരുപാട് റെക്കോർഡുകൾ ഷീലയുടെ പേരിലുണ്ട്. മലയാളത്തിൽ അല്ലെങ്കിൽ ലോക സിനിമയിൽ തന്നെ ഒരു ഹീറോയോടൊപ്പം 130ഓളം സിനിമകളിൽ ജോഡിയായിട്ട് അഭിനയിച്ച് ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ ഇടം നേടിയ ഒരു ആക്ട്രസ് ആണ് ഷീല. ഒരുപക്ഷെ ഇനി ആ റെക്കോർഡ് ആരും തകർക്കാൻ സാധ്യതയില്ല. കാരണം ഇപ്പോൾ ഒരു താരം ഒരു 100 സിനിമയിലൊക്കെ അഭിനയിക്കുന്ന വലിയ കാര്യമാണ്. അഭിനയിച്ചാൽ അഭിനയിച്ചു, ഉറപ്പ് പറയാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ ആ ഒരു റെക്കോർഡ് ഇനി തകർക്കപ്പെടുമെന്ന് തോന്നുന്നില്ല. ഷീലയെ ചുറ്റിപ്പറ്റി ഒരുപാട് കിംവദന്തികൾ അല്ലെങ്കിൽ ഒരുപാട് വിവാദങ്ങൾ ഉണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ. കാരണം പ്രേം നസീർ സൂപ്പർ സ്റ്റാറായി മലയാള സിനിമയിൽ നിൽക്കുന്ന സമയത്ത് പ്രേം നസീറിന്റെ ഭൂരിഭാഗം സിനിമയിൽ ഷീല ജോഡിയായിട്ട് വരുമ്പോൾ സ്വാഭാവികമായിട്ട് അവർ രണ്ടുപേരും ചേർത്തുകൊണ്ട് കഥകൾ വരാം. അങ്ങനെ ഒരു വിവാദമായിരുന്നു. പ്രേം നസീറും ഷീലയും വിവാഹിതരാകാൻ പോകുന്നു. അവർ തമ്മിൽ പ്രണയത്തിലാണ്. അതുകൊണ്ട് തന്നെ പ്രേം നസീർ ആദ്യ വിവാഹം ഡിവോഴ്സ് ചെയ്ത് ഷീലയെ കെട്ടാൻ പോകുന്ന രീതിയിലൊക്കെ വാർത്തകളും വിവാദങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും യാഥാർത്ഥ്യമായില്ല. പ്രേം നസീർ ഡിവോഴ്സ് ആയില്ല. പുള്ളിയുടെ കുടുംബത്തിനൊപ്പം സന്തോഷമായി ജീവിച്ചു. അതിന്റെ ദേഷ്യമാണോ വാശിയാണോ സങ്കടം അറിയത്തില്ല. ഷീല 2 വിവാഹം കഴിച്ചു. രണ്ടും പരാജയമായി പോയി. ആദ്യത്തെ കല്യാണത്തില് ജോർജ് വിഷ്ണു എന്ന് പറഞ്ഞ ഒരു പുത്രൻ ജനിച്ചു. പുള്ളി മലയാള സിനിമയിലേക്കൊക്കെ എൻട്രി ആയിരുന്നു. 5 സ്റ്റാർ ഹോസ്പിറ്റൽ എന്ന സിനിമയിലൊക്കെ അഭിനയിച്ചെങ്കിൽ പോലും ഒരു അമ്മേനെ പോലെ ഒരു വലിയൊരു സ്റ്റാർ ഉണ്ടാക്കിയെടുക്കാനൊന്നും മകനായില്ല. മകൻ അങ്ങനെ സിനിമ ഇൻട്രസ്റ്റ് വിട്ടുപോയി. ഷീലയ്ക്ക് ഒരുപാട് ബിസിനസ് ഒക്കെ ഇപ്പോൾ ഉണ്ട്. ഒരുപാട് ബിസിനസ് ചെയ്ത് സമ്പന്നമായിട്ട് തന്നെയാണ് ജീവിക്കുന്നത്. ഷീലയുടെ ഒരു സിനിമയൊക്കെ വിട്ടുപോകുന്ന ഒരു കാലഘട്ടത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് ഒരു 78-ല് ഷീല അഭിനയിച്ച സിനിമയാണ് ഈറ്റ. വലിയൊരു വിജയമായ സിനിമയാണ്. IVCC ആണ് സിനിമ ഡയറക്റ്റ് ചെയ്തത്. ആലപ്പി ഷെരീഫ് ആണ് അതിന്റെ റൈറ്റർ. ആലപ്പി അഷറഫ് അല്ല, ആലപ്പി ഷെരീഫ്. IVCCയുടെ ആദ്യകാല സിനിമകൾ തൊട്ട് കുറേ സിനിമകൾക്ക് ആലപ്പി ഷെരീഫ് തിരക്കഥ രചിച്ചിട്ടുണ്ട്. സോമൻ, കമലഹാസൻ, സീമ, ഷീല, മധു അങ്ങനെ വലിയൊരു താരനിര തന്നെ ഈറ്റ എന്നുള്ള സിനിമയിലുണ്ട്. ഒരു ട്രയാങ്കിൾ ലവ് സ്റ്റോറിയാണ്. കമലഹാസനാണ് സിനിമയിലെ ഹീറോ ആയിട്ട് വരുന്നത്. ഹീറോയിനായിട്ട് സീമയാണ് വരുന്നത്. അപ്പൊ ഷീലയ്ക്ക് എന്താണ് പ്രസക്തി എല്ലാവരും ചിന്തിക്കും. ഷീലയാണ് സിനിമയെ നമ്മളെ കാണാൻ പ്രേരിപ്പിക്കുന്ന ഘടകം. അത്യാവശ്യം എക്സ്പോസ് ഒക്കെ ചെയ്യുന്ന സീനുകൾ ആ സിനിമയിലുണ്ട്. ഈ സിനിമയുടെ ലൊക്കേഷൻ അല്ലെങ്കിൽ ഈ സിനിമ ഷൂട്ട് ചെയ്തത് ഹൈറേഞ്ചിലാണ്. ഹൈറേഞ്ചിൽ ആ സമയത്ത് ഇത് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ആ കാലഘട്ടത്തിൽ ഒരു സിനിമ ഷൂട്ടിങ് നമ്മുടെ നാട്ടിൽ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു എക്സൈറ്റ്മെന്റ് ഒക്കെ എല്ലാവർക്കും തന്നെ ഉണ്ട്. അത് കാശുള്ളവനും ഇല്ലാത്തവനൊക്കെ സിനിമാ താരങ്ങളെ അടുത്ത് കാണുക, അവരോട് സംസാരിക്കുക, അവരെ വീട്ടിലേക്ക് ഉണ്ണാൻ ക്ഷണിക്കുക, അങ്ങനെയൊക്കെയുള്ള കീഴ്വഴക്കങ്ങൾ പണ്ട് കാലങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ സിനിമാ താരത്തെ നേരി കാണുമ്പോൾ ഇന്നൊക്കെ സുലഭമായിട്ട് കാണാൻ പറ്റുമെങ്കിലും അന്നൊന്നും അത്രത്തോളം കാണാൻ കഴിയില്ല. അത് താരങ്ങളായിട്ട് നിൽക്കുകയായിരുന്നു. വിണ്ണിൽ തന്നെ നിൽക്കുകയാണ്, ഭൂമിയിലേക്ക് ഇറങ്ങിയിട്ടില്ല. അപ്പോൾ വല്ലപ്പോഴൊക്കെ നമ്മുടെ വീടിന്റെ പരിസരത്തൊക്കെ ഷൂട്ടിംഗ് വരുമ്പോൾ ഇതൊക്കെ ഭയങ്കര ആവേശത്തോടെ ഉള്ളവനും ഇല്ലാത്തവനൊക്കെ പോയി കാണും. അപ്പൊ ഹൈറേഞ്ച് ഭാഗത്തേക്ക് ഈ ഷൂട്ടിംഗ് ആയിട്ട് വന്ന സമയത്ത് ഹൈറേഞ്ചിൽ നമുക്കറിയാം, ഹൈറേഞ്ചിൽ കുറെ അച്ചായന്മാരൊക്കെ ഉണ്ട്. അവര് നല്ല സമ്പത്തിനുടമകളാണ്. കാരണന്മാരുണ്ടാക്കിയിട്ട സമ്പത്തൊക്കെ ദൂരത്തടിച്ച് ജീവിക്കുന്ന കുറെ അച്ചായന്മാർ, ഇപ്പൊ ഉള്ളവർ കുറെ സമ്പാദിച്ച് കൂട്ടുന്ന ആൾക്കാർ, അങ്ങനെ ഒരു വലിയ സമ്പത്ത് വ്യവസ്ഥയിൽ ജീവിക്കുന്ന കുറെ അച്ചായന്മാരൊക്കെ ആ സമയത്ത് ഹൈറേഞ്ചിലൊക്കെ ഉണ്ട്. ആ സമയത്തല്ല, ഇപ്പോഴും ഉണ്ട്. അപ്പൊ ഈ സിനിമ ഷൂട്ടിംഗ് ഒക്കെ അവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഈ താരങ്ങളെയൊക്കെ നമ്മുടെ വീടുകളിൽ കൊണ്ടുപോയി സൽക്കരിച്ച് വിടുന്നതൊക്കെ ഒരു വലിയൊരു പേരും പെരുമയും കിട്ടും. അല്ലെങ്കിൽ അവരൊക്കെ നമ്മുടെ വീട്ടിൽ നിന്ന് ഡിന്നർ കഴിച്ചു എന്നൊക്കെ പറഞ്ഞ വലിയ കാര്യമാണെന്നൊക്കെ ചിന്തിച്ചിരുന്ന കാലഘട്ടമാണ്. അപ്പൊ ആ സമയത്ത് ആ ചുറ്റുവട്ടത്തുണ്ടായിരുന്ന സമ്പന്നരായിട്ടുള്ള അച്ചായന്മാരൊക്കെ ഈ താരങ്ങളെ സോമനെയും കമലഹാസനെയും ഒക്കെ വിളിച്ച് IVCയൊക്കെ വീട്ടിൽ വിളിച്ച് ഡിന്നർ കൊടുത്ത് സൽക്കരിച്ച് വിട്ടിട്ടുണ്ട്. അതൊക്കെ ഒരു ഭയങ്കര ഒരു പെരുമ പോലെ പറഞ്ഞു നടന്നിട്ടുണ്ട്. അതിന്റെയൊക്കെ ഫോട്ടോസ് ഒക്കെ എടുത്ത് അവർ സൂക്ഷിച്ചും വെക്കും. കാലങ്ങൾ കടന്നു പോകുമ്പോൾ ഇതൊക്കെ വലിയൊരു അമൂല്യ വസ്തുക്കളായിട്ടും ആ മൊമെന്റ്സ് ഒക്കെ വലിയ വലിയ കാര്യങ്ങളായിട്ടൊക്കെ ഇവർക്ക് അയവിറക്കാൻ വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്തു വെക്കാറുണ്ട്. അപ്പൊ ആ കൂട്ടത്തിലൊരു അച്ചായന് ഷീലയ്ക്ക് ഒരു ഡിന്നർ കൊടുക്കണം, അല്ലെങ്കിൽ ഷീലേനെ ഒന്ന് സൽക്കരിക്കണം എന്നൊരു ആഗ്രഹം വന്നു. ഇപ്പൊ ഒരു MG സോമൻ, കമലഹാസൻ, IVCനെ വിളിച്ച് സൽക്കരിക്കുന്നവരല്ലോ ഒരു ആക്ട്രസിനെ വീട്ടിലേക്ക് വിളിച്ചിട്ട് സൽക്കരിക്കുക എന്ന് പറഞ്ഞാൽ അതിന് ഒരുപാട് തെറ്റായ മാനങ്ങളുണ്ടാവും. പക്ഷെ പുള്ളി എത്ര പൈസ കൊണ്ട് അറിയാൻ തയ്യാറാണ്. തന്റെ വീട്ടിലേക്ക് ഷീല വന്നു. താൻ ഷീലയുടെ വലിയൊരു ആരാധകനാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഷീല എന്റെ വീട്ടിൽ വന്നു പോയി നമ്മുടെ കൂടെ ഇരുന്നൊരു ഡിന്നർ കഴിച്ചു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഞങ്ങൾക്ക് അത് വലിയ സന്തോഷമാണെന്ന രീതിയിലൊക്കെ പുള്ളി ചിന്തിച്ചു. അങ്ങനെ ഷീലയിലേക്ക് എത്തിപ്പെടാൻ വേറെ മാർഗ്ഗമില്ല. പക്ഷെ ലൊക്കേഷൻ മാനേജർ അങ്ങനെ പല മുഖാന്തരം പുള്ളി ഷീലയിലേക്ക് എത്തിപ്പെട്ടു. അപ്പൊ ഷീല ചിന്തിച്ചു, ഓക്കെ, നമ്മുടെ ഒരു ആരാധകനല്ലേ, ആരാധകന് നമ്മളൊരു ഡിന്നർ ക്ഷണിച്ച് കഴിയുമ്പോൾ ജസ്റ്റ് പോയിട്ട് വരാം, അവരുടെ ഒരു സന്തോഷമായിക്കോട്ടെ, ഫാമിലിക്ക് ഒരു സന്തോഷമായിട്ടെന്ന് ഷീല ചിന്തിച്ചു. അങ്ങനെ ഷീല ഈ ഷൂട്ടിംഗ് ഒക്കെ ഇല്ലാത്ത സമയത്ത് പുള്ളിയുടെ വീടുകളിൽ പോയി സൽക്കാരമൊക്കെ സ്വീകരിച്ച് മടങ്ങി വരിക. അങ്ങനെ അതൊരു നിരന്തരം സ്ഥിരം പരിപാടിയായി മാറി. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പോയി വരിക. അങ്ങനെ സിനിമ തീരുന്നവരെ ഈ വ്യക്തിയുടെ സൽക്കാരം സ്വീകരിക്കാൻ ആ കുടുംബത്തിൽ പോകാനൊക്കെ ഷീല വില്ലിങ് ആയി.
സിനിമ പാക്കപ്പായി സിനിമ ഷൂട്ടിംഗ് എല്ലാം കഴിഞ്ഞ് ഹൈ റേഞ്ച് വിട്ട് ലൊക്കേഷൻ വിട്ട് യൂണിറ്റ് അംഗം പോകാൻ നേരത്ത് ഷീല ഈ സൽക്കാരം സ്വീകരിക്കാൻ പോയ ആ അച്ചായന്റെ വീടിന്റെ കാർ പോർച്ചിൽ അന്നത്തെ കാലത്തൊരു ബെൻസ് ഉണ്ടായിരുന്നു. ഈ ഷൂട്ടിംഗ് ഒക്കെ പാക്കപ്പായി യൂണിറ്റ് ഒക്കെ അവിടെ പോകാൻ നേരത്ത് ഷീല പോയത് ഈ ബെൻസ് കാർ ഡ്രൈവ് ചെയ്തതാണ്. അപ്പൊ അതുവരെ സൽക്കാരം സ്വീകരിച്ച് അവിടെ പോയിരുന്ന ഷീല പ്രതിഫലമായി വാങ്ങിക്കൊണ്ട് പോയത് ഈ ബെൻസ് കാറാണ്. അങ്ങനെ ബെൻസ് കാറിൽ ഈറ്റ സിനിമ ഷൂട്ടിംഗ് കഴിഞ്ഞ് ഷീല തിരിച്ചു പോവുകയും ബെൻസ് പോയാൽ തന്നെ ഒരു ബെൻസ് പോയാൽ തന്നെ 1000 ബെൻസ് വാങ്ങാവുന്ന രീതിയിൽ ഉൾപുളിതമായിട്ട് അച്ചായന് നിലകൊണ്ടു. ഈ കഥകളൊക്കെ ഞാൻ വായിക്കുന്നത് സിനിമാ മംഗളം എന്ന് പറയുന്ന മാസികയില് MO ദേവസിയുടെ ജീവചരിത്രം ആത്മകഥ എന്നൊക്കെ പറഞ്ഞ് പുള്ളി കുറെ സംഭവം എഴുതാറുണ്ടായിരുന്നു. അതിൽ പുള്ളി കൊടുക്കുന്നെങ്കിലും വെച്ച് കുറെ കാണലുണ്ട്. അതിൽ നിന്ന് കിട്ടിയ ഒരു ഇൻസിഡന്റ് ആണ് ഇപ്പൊ ഞാനിത് പറയാൻ കാരണം. ഈ ബെൻസ് കഥ ഷീലേനെ സൽക്കരിക്കാൻ വേണ്ടി അച്ചായൻ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുകയും സൽക്കാരം സ്വീകരിച്ച് സിനിമ ഷൂട്ടിംഗ് അവിടുന്ന് പാക്കപ്പ് ചെയ്ത് പോകുന്ന നേരത്തെ അച്ചായന്റെ കാർ പുറത്ത് കിടന്ന് ബെൻസുമായി ഷീല പോയെന്നൊരു കഥയാണ് പുള്ളി അന്നേരം പറഞ്ഞത്. ഇതിന്റെ മറ്റു വസ്തുവൊന്നും നടത്തില്ല, ഇത്രയും വായിച്ച ഒരു ഓർമ്മയിൽ പറയുന്നതാണ്. അപ്പൊ ഈ ബെൻസ് കഥ വേറെ ആർക്കെങ്കിലും അറിയാമെങ്കിൽ കമന്റ് ബോക്സിൽ വരിക, കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പൊ ഇനിയും നല്ല നല്ല വീഡിയോസ് ആയിട്ട് വരുന്നവരെ